ഒരേ ഒരു മെസ്സി, ഒന്നും പറയാനില്ല. ഇന്നലെ കണ്ട 2 മാച്ചസ്, ഒന്നിൽ 27കാരൻ ഹിസ്റ്ററി എഴുതി, മറ്റൊന്നിൽ 38കാരൻ ഹിസ്റ്ററി മാറ്റി. ഫുട്ബോളില് ഏജ് ഒരു നമ്പർ മാത്രമാണെന്ന് ഇതിൽ കൂടുതൽ പ്രൂഫൊന്നും ആവശ്യമില്ല. ഫ്രാൻസ് സത്യം പറഞ്ഞ ഉണർന്നത് 61ാമത്തെ മിനിറ്റില് പെനാൾട്ടിക്ക് ശേഷമാണ്. സ്റ്റേഡിയം കൺഫ്യൂസ്ഡ്, എംബാപ്പെ ഫ്യൂരിയസ്, റെഫറി കോൺഫിഡന്റും. 66ാമത്തെ മിനിറ്റില് ഒലീസയുടെ ഡിഫൻസ് സ്പ്ലിറ്റിംഗ് പാസ്, എംബാപ്പെ ടൈമിംഗ് പെർഫെക്റ്റ്, ഗോൾ. 82ല് ബാർക്കോള സബ്സ്റ്റിറ്റ്യൂട്ടായി വന്ന് മെൻഡിയെ ചിപ്പ് ചെയ്ത് ഗോൾ. 95ൽ സെനഗലിന്റെ ഇബ്രാഹിം എംബാപ്പെ തിരിച്ചടിച്ചു. 96ൽ എംബാപ്പയുടെ ലോങ് റേഞ്ച് സ്ക്രീമർ 3-1. ഫസ്റ്റ് ഹാഫിൽ ഉറങ്ങി സെക്കൻഡ് ഹാഫിൽ 3 ഗോൾ എടുക്കാൻ ഫ്രാൻസിനെ പറ്റും. ഫ്രാൻസിന്റെ മാച്ച് കഴിഞ്ഞ് എംബാപ്പെ 14 വേൾഡ് കപ്പ് ഗോൾ അടിച്ചതിന്റെ ആഘോഷം അവിടെ ചെയ്ത സമയത്ത് കാൻസസ് സിറ്റിയില് മെസ്സി വാമപ്പ് ചെയ്യായിരുന്നു. ഇനി അർജന്റീന വേഴ്സസ് അൾജീരിയ. ഒരേ ഒരു മെസ്സി, ഒന്നും പറയാനില്ല. 17ാം മിനിറ്റിൽ ലോങ് റേഞ്ച് സ്ക്രീമർ ഗോൾ. 60ാം മിനിറ്റിൽ മെക്കാലിസ്റ്ററിന്റെ റീബൗണ്ട് ഗോൾ. 76ാം മിനിറ്റിൽ ഒരു പെർഫെക്റ്റ് കേൾ ഗോൾ. ഈ വേൾഡ് കപ്പിലെ ആദ്യത്തെ ഹാട്രിക്. 6 ഡിഫറെന്റ് വേൾഡ് കപ്സ്, ആദ്യ പ്ലെയർ ഇൻ ഹിസ്റ്ററി. 16 വേൾഡ് കപ്പ് ഗോൾസ്. മിറാസ്ലോ ക്ലോസയുടെ ഓൾ ടൈം റെക്കോർഡിനൊപ്പം പെലെയെയും നമ്മുടെ ബ്രസീലിന്റെ റൊണാൾഡോയെയും പാസ് ചെയ്ത ഒരേ ഒരു മെസ്സി. ഈ വേൾഡ് കപ്പിന്റെ അവസാനം ക്ലോസയുടെ റെക്കോർഡ് ആരോടൊപ്പം പോകും? 38 വയസ്സുള്ള മെസ്സിഹയുടെ കൂടെയോ അതോ 27 വയസ്സുള്ള പിൻഗാമിയുടെ കൂടെയോ? ഇനി പറയാനുള്ളത് ഫ്രാൻസ് ലെജൻഡ് സിദാന്റെ മകനെ കുറിച്ചാണ്, ലൂക്കാ സിദാൻ. നന്നായി കളിച്ചു, നല്ല കുറച്ച് സേവുകൾ കാണാൻ പറ്റി. പക്ഷെ അപ്പുറത്ത് മെസ്സി ഉള്ളത് കൊണ്ടാണ് തോന്നുന്നു ഒന്ന് ഒതുങ്ങി പോകേണ്ടി വന്നു. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് അവൻ തിരിച്ചു വരും.